മനസ്സിലായത്. സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒന്ന് സഹിച്ച് കഴിഞ്ഞു കൂടുക എന്ന് പറയുന്ന, അങ്ങനെ ഒന്ന് സഹിക്കേണ്ട ഒരു കാര്യമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. ബാക്കി എത്ര എണ്ണമുണ്ട്? 30 എണ്ണമുണ്ട്. അവർ പറയുന്നത് എന്നാണെന്നറിയോ? ആകാശം ഇടിഞ്ഞ് താഴോട്ട് വീണാലും ശരി, ഇതിയാൻ്റെ കൂടെ ഞാനില്ല, ഇവിടെ കൂടെ ഞാനില്ല എന്ന് പറഞ്ഞ് പൊട്ടിച്ച് നടക്കുന്ന പാർട്ടികൾ. കേരളത്തിലെ ഏത് കുരുത്തക്കെട്ടെടുത്താലും ഈ പാർട്ടികളാണ് മുമ്പിലുള്ളതെന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതുകൊണ്ട് ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വല്ല താളപ്പഴയുണ്ടെങ്കിൽ തീർത്താൻ കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് സാധ്യമാക്കി തരട്ടെ എന്ന് ഞാൻ പ്രത്യേക ദൈവമുമ്പാകെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഉഭയസമ്മതത്തിന്റെ പ്രതിജ്ഞാവാചകം ചൊല്ലി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ദൈവിക പ്രമാണങ്ങൾ ഇവരെ പറഞ്ഞ് അല്പസമയം കൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് പറഞ്ഞ കാര്യം അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും കൂടെ ഞാൻ 4 ഗ്രൂപ്പായിട്ട് തിരിക്കുക. പിണങ്ങരുത്, പ്രായം വെച്ചല്ല, നിങ്ങളുടെ ജീവിത നിലവാരം വെച്ചതിരിക്കാൻ പോകുന്നു. ഒന്നാമത്തേത്, നമ്മൾ കാണുന്ന ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വൈകി, ഇരുവരും ദൈവസേനയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല ചട്ടങ്ങളിലും കൽപ്പനകളും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. എനിക്ക് ജസ്മിമോനോടും അതുപോലെ തന്നെ ഫിബിമോനോടും ഓർപ്പിക്കാനുള്ള, കുഞ്ഞുങ്ങളെ ബൈബിളൊക്കെ മുറുക്ക് പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചാണോ വന്നിരിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. കർത്താവിൻ്റെ വചനം. ഞാൻ അടുത്തിടയ്ക്ക് ബൈബിൾ മോനെ ബൈബിൾ വായിച്ചോടാ. അവൻ പറഞ്ഞ് ഞാൻ വായിച്ചേക്കളെ. ഏതാ വായിച്ച മോനെ? സങ്കീർത്തനമാണെന്ന്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം വായിക്കുന്നതും ഐസ്ക്രീം കഴിക്കുന്നതും ഒരുപോലെയാണ്. ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് മാത്രമേ പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ പിടിച്ചു നിൽക്കാതെ കൊണ്ട് കഴിയത്തുള്ളൂ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാപക യോഹന്നാൻ ജന്മം നൽകിയത് ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയർ ഒന്നുമല്ല, ദൈവത്തെ ഭക്തിയോടെ സേവിച്ച പ്രിയപ്പെട്ടവരാണ്. അവരെ താഴുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. അതായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബം. അച്ഛനേക്കാൾ ഒരു പടി മുമ്പിൽ അമ്മമ്മ, അമ്മമ്മയേക്കാൾ ഒരു പടി മുമ്പിൽ അച്ഛൻ. ആ രീതിയിൽ ആത്മീയം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കുടുംബം എന്നാണെന്നറിയാമോ? ഭക്തിയുള്ള ഭർത്താവും കുത്തഴിഞ്ഞ ഭാര്യയും. ഞാനത് വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്കാരത്തിക്ക് വർഷിപ്പല്ല വിഷയം. പുള്ളിക്കാരത്തിക്ക് എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ളൊരു ഭാര്യയോടുകൂടെ വസിക്കുക എന്ന് പറയുന്ന ഭർത്താവിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് ഭക്തിയുള്ള ഭാര്യയും കുത്തഴിഞ്ഞ ഭർത്താവും. ഞാനത് വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കുടുംബം എന്നറിയാമോ? കുത്തഴിഞ്ഞ ഭർത്താവും കുത്തഴിഞ്ഞ ഭാര്യയും. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ തലവേദന എന്ന് പറയുന്നത്. ഇത് വരാതിരിക്കണമെങ്കിൽ കുടുംബജീവിതത്തിന്റെ ഗൗരവങ്ങൾ നന്നായി മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. എല്ലാവരുടെയും പിതാവെന്ന് വിളിക്കുന്ന പുള്ളിയാണ് അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്റെ കുടുംബത്തെയും പിൻവരുന്ന തലമുറയെയും യഹോവയെ കുറിച്ച് ഉപദേശിക്കുവാൻ ഞാൻ അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ, കാറൽ മാർക്സ് തൊട്ടെന്ന് വേണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരുടെ പിതാമഹനായ അബ്രഹാമിനെ ദൈവം വിളിച്ചത് എന്തിനാണ്? തന്റെ കുടുംബത്തോടും പിൻവരുന്ന തലമുറയോടും യഹോവയെ കുറിച്ച് ഉപദേശിക്കാനാണ്. അബ്രഹാമിന്റെ കൊച്ചുമനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് സങ്കീർത്തനം 78 ഇങ്ങനെയാണ് പറഞ്ഞത്, യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം കൽപ്പിച്ചു, നമ്മുടെ പിതാക്കന്മാരോട് മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനിരിക്കുന്ന മക്കൾ, ജനിപ്പാനിരിക്കുന്ന തലമുറ തന്നെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോടറിയും. നമ്മുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള ഒരു തലമുറയായിട്ട് തീരാതിരിക്കേണ്ടതിന് തന്നെ ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യരുടെ പ്രവർത്തികളെ കണ്ടിട്ട് 17-ാം സങ്കീർത്തനത്തിൽ, ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എന്റെ കാല് വഴുതിയതുമില്ല. എന്റെ പ്രിയമുള്ളവരെ, വിവാഹം അത്ര ഗൗരവമേറിയതാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് പാലിക്കുന്ന പ്രിയപ്പെട്ടവർ ധന്യരാണ്. അമേരിക്കൻ ഡോളർ $100, ഒരൊറ്റ കറൻസി $100 ഫ്രണ്ട് വശം എടുത്തു കഴിഞ്ഞാൽ ഒരു വല്യപ്പന്റെ ഫോട്ടോ കാണാം. അടിയിൽ എഴുതിയിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ എന്ന്. ഫുൾ നെയിം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നാണ്. അമേരിക്കയുടെ നവശില്പികളിൽ അഗ്രഗണ്യനായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിവാഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് ഞാൻ ഓർപ്പിച്ച ആ ഭാഗം വിടാം. അദ്ദേഹം വിവാഹത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, പെണ്ണ് കാണുമ്പോൾ കണ്ണ് തുറന്ന് കാണണം,
ചെവി തുറന്ന് കേൾക്കണം, വാ തുറന്ന് ചോദിക്കണം, സംശയം മുഴുവൻ തീർത്തിട്ട് പെണ്ണ് കെട്ടണം. അല്ലെങ്കിൽ എന്നാ പറ്റും? കണ്ണും തള്ളി നടക്കേണ്ട വരും. തീർന്നില്ല. പുള്ളി പറഞ്ഞ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരുവന് പെണ്ണ് കെട്ടാൻ ആശയുണ്ടാകുമ്പം, എപ്പോഴാ പെണ്ണ് കെട്ടാൻ ആശയുണ്ടാകുന്ന? 12 കഴിഞ്ഞ് 13 കാല് വെക്കുമ്പോൾ, ടീനേജിലേക്ക് കാല് വെക്കുമ്പോൾ. പെണ്ണ് കെട്ടാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ തൊട്ട് മിസ് കോൾ അടിച്ച് കിടക്കരുത്, പെണ്ണ് അന്വേഷിച്ച് നടക്കരുത്. പെണ്ണ് കെട്ടാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദേശവത്സര പദ്ധതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. 10 കൊല്ലം പ്രാർത്ഥിച്ച ചെറുക്കൻ MTech കഴിയും, അല്ലെങ്കിൽ BSc നേഴ്സിംഗ് കഴിയും. പെണ്ണ് 10 കൊല്ലം ചൊവ്വേ പ്രാർത്ഥിച്ചേച്ച് പെണ്ണ് കെട്ടിയാൽ ഒത്തിരി പ്രാർത്ഥിച്ചില്ലേലും അതിൻ്റെ കൂടെ കഴിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കാതെ പെണ്ണ് കെട്ടിയാൽ നേരെ ചൊവ്വേ ജീവിക്കണമെങ്കിൽ ശരിക്ക് പ്രാർത്ഥിച്ചാലേ മതിയാകത്തുള്ളൂ എന്നാണ് അദ്ദേഹം ഓർപ്പിച്ചത്. അതുകൊണ്ടായിരിക്കും പറഞ്ഞ കളിയല്ല കല്യാണമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാര്യം പ്രത്യേകിച്ച് യുവാക്കന്മാർ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. ഞാൻ ആ ഭാഗം എല്ലാം വിടുന്നു. വളരെ ഒരു 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അവസാനം. പ്രിയ വാത്സല്യ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളൊക്കെ വളർന്നു വരുമ്പം നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു വാക്യം മീഖാ പറഞ്ഞു. എനിക്ക് പുസ്തകത്തിൽ ബൈബിളിൽ നിന്ന് പറയാൻ എനിക്കറിയത്തുള്ളൂ. ബൈബിളാണ് ഏറ്റവും വലിയ പുസ്തകം. ഇതിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് മുറുകെ പിടിച്ചവനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ കാര്യം വളരെ ഉറപ്പിരിക്കുന്ന വസ്തുതയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ വാഗ്ദത്തം നൽകിയവനാണെങ്കിൽ അവൻ കൂടെ ഇരിക്കും. ആ ദൈവത്തെ മുറുകെ പിടിച്ചവനെ ആര് സഹായിക്കാനില്ലെങ്കിലും ദൈവം സഹായിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പ് ഇരിക്കുന്ന വസ്തുതയാണ്. മീഖ 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം, നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം. പണ്ടൊക്കെയാണ് ഈ ചൊറി പിടിച്ച മൂക്കളെ വിളിച്ച പിള്ളേർ നിൽക്കും, അങ്ങനെയൊന്നുമില്ല. നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ ബോബ് ചെയ്ത് സൊസൈറ്റി വുമണായി നടക്കാനല്ല പറഞ്ഞത്, നിന്നെ തന്നെ ക്ഷൗരം ചെയ്ത് മൊട്ടയാക്കുക, കഴുകനെ പോലെ നിന്റെ കഷണ്ടിയെ വിശാലമാക്കുക. അല്ലെങ്കിൽ എന്നാ പറ്റും? അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോകും, അടിമത്വത്തിലേക്ക് പോകും. പുതിയമത്തിൽ ഭക്തനായ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്: ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും സെക്സ് റാക്കറ്റിൽ കുടുങ്ങുകയല്ല, വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാക്കണം, അമ്മത്തൊട്ടിൽ അന്വേഷിക്കരുത്, വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കണം വേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അന്തിപത്രത്തിൽ വാർത്ത വരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. എല്ലാവരും എന്നാ പറ്റും? ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ഇതൊക്കെയാ ഇന്നത്തെയുടെ ഗദ്ഗതങ്ങൾ. ഇത് ഒഴിവാക്കുവാൻ തക്കവണ്ണം എന്റെ പ്രിയമുള്ളവരെ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് 1-2 കാര്യം ഓർപ്പിച്ച് എനിക്ക് അനുവദിച്ച സമയത്തിന് മുമ്പേ ഞാൻ ഇരിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളോടൊപ്പം ധാരാളം ഉണ്ടായിരിക്കട്ടെ. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എഴുതിയയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, എഴുതിയയച്ച സംഗതി എന്താണെന്നറിയാലോ? എല്ലാവർക്കും എഴുതി അയക്കാനുള്ള സംഗതി എന്നാണെന്നറിയാലോ? സ്ത്രീ പുരുഷ വിഷയങ്ങളാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. 4 പേര് കൂടി കഴിഞ്ഞാൽ രസം കിട്ടാൻ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സ്ത്രീയെ തൊടാതിരിക്കുന്ന പുരുഷന് നല്ലത്. എന്നാൽ എങ്ങനെ ജീവിക്കാനൊക്കും? സംയമനം പാലിച്ച് എത്ര നാൾ ജീവിക്കാനൊക്കും? ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എബ്രായർ 13 അതിന്റെ ബാക്കി എഴുതി വെച്ചു: ദൈവം ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ന്യായം വിധിക്കും. വിവാഹ പൂർവ കിടക്ക പങ്കിടിയിൽ, വിവാഹ ഇതര കിടക്ക പങ്കിടിയിൽ ദൈവം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. നീ ആലോചനയിൽ വലിയവരും പ്രവൃത്തി ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് മനുഷ്യന്റെ എല്ലാ വഴികളിലും CCTV ഫിറ്റ് ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. ഇത്ര അപകടം പിടിച്ചൊരു പരിപാടിയാണ് ജീവിതത്തിന്റെ അധർമ്മ പരിപാടി എന്നുള്ളത് എന്റെ പ്രിയമുള്ളവരെ നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ദാമ്പത്തിക ശാസ്ത്രത്തിൽ വിവാഹത്തിന്റെ ഗൗരവം ഓർപ്പിച്ചിരിക്കുന്ന 8-9 പേരുകളുണ്ട്. അതിന്റെ 1-ാമത്തെ പേര് വിവാഹത്തിന്റെ A ഗ്രേഡ്. നമ്മുടെ പിള്ളേരൊക്കെ വാങ്ങിക്കുന്ന A+. വിവാഹത്തിന്റെ 1-ാമത്തെ ഗ്രേഡിന്റെ പേര് ബ്രഹ്മവിവാഹം എന്നാണ്. അതിന്റെ അർത്ഥം ബ്രഹ്മാവിന്റെ വിവാഹമല്ല, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവന്റെ വിവാഹം.
ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവന്റെ വിവാഹം. വൈകാരിക ആവേശങ്ങളെ പിടിച്ചു കെട്ടി ചിരമാനസനായി ജീവിതം പാഴാക്കി കളയാതെ സൂക്ഷിക്കുന്ന സ്തോത്രം ഭക്തിയുള്ള. എന്താ മണവാളൻ എന്ന വാക്കിന്റെ അർത്ഥം? എന്താ മണവാട്ടി എന്ന വാക്കിന്റെ അർത്ഥം? മണവാട്ടി എന്ന വാക്കിന്റെ അർത്ഥം കന്യകത്വത്തിൽ നിന്ന് സ്തോത്രം മാതൃത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുക്കപ്പെടുന്ന പ്രത്യേക പരിപാടിയുടെ പേരാണ് മണവാട്ടി എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഞാനതിലേക്കൊന്നും ഇന്ന് പകൽക്കാലം കടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. വാത്സല്യ കുഞ്ഞുങ്ങളെ, when you were small children, you were dependent to your parents. When you become adolescent, you are independent. Today you are going to become interdependent. നിന്നെ കൂടാതെ ഞാനില്ല, എന്നെ കൂടാതെ നീ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഇരുവരും ഗൗരവമേറിയും. ജസ്വിന് ഫിബിയെ തരുന്നത് ജസ്വിന്റെ കാര്യം നടക്കാനല്ല, ഫിബിക്ക് ജസ്വിനെ തരുന്നത് ഫിബിയുടെ കാര്യം നടക്കാനല്ല. നോട്ട് മൈ വിൽ നോർ യുവർ വിൽ, ലെറ്റ് ഹിസ് വിൽ ബി ഡൺ ഇൻ യുവർ ലൈഫ്. ഈ കാര്യം ഓർക്കണം ജസ്വിൻ മോനെ. നിന്നെ 100% പൊളിച്ചു മണിയുവാൻ തക്കവണ്ണം നീ സന്നദ്ധനാകുന്ന ഒരു പരിപാടിയാണ് കുടുംബജീവിതം എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. 2 persons but single life. 2 വ്യക്തികൾ ചേരുന്ന ഒറ്റയ്ക്കൊരു ജീവിതം. ഇത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ വളരെ വിട്ടുവീഴ്ച ഉണ്ടായാലേ മതിയാകത്തുള്ള കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകാല വളരെ ഗൗരവമായിട്ട് ഓർപ്പിക്കുകയാണ്. അത് പാലിപ്പാന്തക്കൊണ്ട് ദൈവം നിങ്ങൾ കൃപ തരട്ടെ. കുടുംബജീവിതത്തിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ വെല്ലുവിളികൾ വരും. പക്ഷെ അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവകൃപയെ കൊണ്ടേ സാധ്യമായിട്ടില്ല. ലെറ്റ് യുവർ വേർഡ്സ് ബി നോട്ട് കോൺട്രവേഴ്സി ഓർ കോൺഫ്ലിക്റ്റ്, ലെറ്റ് ഇറ്റ് ബി കോൺട്രിബ്യൂട്ടീവ് ആൻഡ് ക്രിയേറ്റീവ്. സ്തോത്രം. പ്രതിപക്ഷവും ഭരണകക്ഷി ആകരുത് കേട്ടോ. സ്തോത്രം. നീ ഒന്ന് പറഞ്ഞാൽ ഞാനത് എതിര് പറഞ്ഞിരിക്കും, ഒരിക്കലും പാടില്ല. ആ കാര്യം ഗൗരവമായിട്ട് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. സ്റ്റാൻലി ജോൺസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: എവറി ആക്ഷൻ ഹാസ് ഓൺലി 5% ഇഫക്റ്റ്, ബട്ട് എ റിയാക്ഷൻ ഹാസ് 90% ഓഫ് ഇഫക്റ്റ്. ഹിയറിംഗ് ഹാഫ്, അണ്ടർസ്റ്റാൻഡിംഗ് ഇറ്റ് ഹാഫ്, റിയാക്ടിംഗ് ഇറ്റ് 4 times. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ഉടനെ പൊട്ടിത്തെറിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി വിട്ടുവീഴ്ചകളുടെ മോനെ നിന്റെ പൗരുഷം താത്തുവെച്ച്, മോളെ നിന്റെ പിടിവാശി താത്തുവെച്ച് കുടുംബജീവിതം ധന്യമാക്കുവാൻ തക്കോണം. 2 പേരും ത്യാഗപൂർണമായി അധ്വാനിച്ചാലേ കുടുംബജീവിതം ധന്യമായി തീരത്തുള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകോത്തര സാധനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. 2 പേരുടെയും മൂക്കെ കണ്ണാടിക്ക് എന്നെ വിലയുണ്ടെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, പക്ഷെ മൂക്കെ ദേഷ്യമുണ്ടെന്ന് എനിക്കറിഞ്ഞേ മതിയാകത്തുള്ളൂ. സ്തോത്രം. 2 പേരുടെയും വിവാഹ വസ്ത്രം വിലയേറിയതായിരിക്കട്ടെ, പക്ഷെ വിവാഹ ജീവിതം അതിനേക്കാൾ വിലയേറിയതാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നുപോകരുത്. ലോകോത്തര സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പുറമേ നിറയത്തുള്ളൂ. ലോകോത്തര അനുഭവം കൊണ്ട് അകന്നിറയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. അതിന്റെ കൃപ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും നൽകി തരട്ടെ. 2 persons joining together, but 2 characters are going to live it together. ആ കാര്യം ഗൗരവമായിട്ട് ഓർക്കണം. 2 വ്യക്തികൾ സംയോജിക്കുന്നു. റിസൾട്ട് എന്താണ്? 2 സ്വഭാവങ്ങളായിരിക്കരുത്, ഒരു സ്വഭാവമായിരിക്കണം. അതിനുള്ള കൃപ സർവശക്തൻ നൽകി തന്നാലേ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരുന്നുള്ളൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കുടുംബജീവിതം കുഞ്ഞുങ്ങളെ റൊമാൻസ് ഓറിയന്റഡ് അല്ല, റോൾ ഓറിയന്റഡ്. സിംഗിൾ ഇൻകംപ്ലീറ്റ്, മാരീഡ് കോംപ്ലിക്കേറ്റഡ് പാടില്ല കുഞ്ഞുങ്ങളെ. Praise the Lord. You can make a home or you can break a home. അതെ, ഒരു കുടുംബം തകർക്കുവാനല്ല, നല്ലൊരു കുടുംബം കെട്ടുപണിയുവാൻ തക്കോണം സർവശക്തൻ കൃപയുടെ. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. ഭർത്താവിന്റെ കംപ്ലൈന്റ് എന്നാണെന്നറിയാമോ? എന്നെ ബഹുമാനിക്കാത്ത ഭാര്യയെ സ്നേഹിക്കാൻ എന്നെ കിട്ടത്തില്ല. ഉടനെ അമ്മാമ്മ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, എന്നെ സ്നേഹിക്കാത്ത അച്ചാച്ചനെ ബഹുമാനിക്കാൻ എന്നെ കിട്ടത്തില്ല. ഒരു പ്രശ്നം കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടാകരുത്. എക്രിച്ച് എന്ന് പറയുന്ന ദൈവദാസൻ 400 പേജുള്ളൊരു പുസ്തകമാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. കൃപ തരട്ടെ. ലെറ്റ് ലവ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ഫാമിലി ലൈഫ്. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ഏതായിരിക്കട്ടെ? സ്നേഹമായിരിക്കട്ടെ. ലെറ്റ് മാരേജ് ബി ദ വാൾ ഓഫ് യുവർ ഫാമിലി ലൈഫ്. ലെറ്റ് ഡിപ്ലോമസി ബി ദ റൂഫ് of your family life. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Your relationship is an intimate relationship. Your relationship is an exclusive relationship. Your relationship is a symbolic relationship. This is a symbol and the reality is yet to come. കർത്താവിന്റെ സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കുമാറട്ടെ. കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ ചിരിക്ക് കുറവുണ്ടാകരുത്. ഏതിനു വേണ്ടിയിട്ട്? കളിയാക്കി ചിരിക്കല്ല, പുഞ്ചിരിക്ക്. പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ ഒരു ദിവസം പോലും മറക്കരുത് കേട്ടോ. സ്തോത്രം. 2 പേരും പരസ്പരം അഭിമുഖമായി നിന്ന് തോളോട് തോള് പരസ്പരം പുഞ്ചിരിക്കാൻ മറക്കരുത്. യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്മൈൽ?
Smile is a curve made in the lips which makes so many things straight. ചിറിയാൻ ഉണ്ടാക്കുന്ന ഒരു വളവാണ് കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ ഒത്തിരി വളവുകൾ കളയുന്നത്. അതിന്റെ കൃപതയും നിങ്ങൾക്ക് ഇരുവർക്കും ധാരാളം നൽകി തരട്ടെ. കർത്താവിന് സ്തോത്രം. Don't ever forget to smile at each other when things go wrong. Praise the Lord. Don't ever try to say this word. You are the best that I ever want. You are the best of my love. ഇത് പറഞ്ഞാൽ സർവശക്തൻ നിങ്ങളുടെ പരിമിതികളെ മാറ്റിയെടുത്ത് സമ്പന്നത കൊണ്ട് നിറയ്ക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കിലെ ചുരുക്കുമ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കും നിങ്ങളോട് എനിക്ക് പ്രത്യേക ഒരു കാര്യം ഓർമ്മിക്കാനുണ്ട്. നമുക്ക് അടിസ്ഥാനപരമായി 3 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രശ്നം, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഒരാളുണ്ടേ, കർത്താവ് ഒരുവൻ മാത്രം. ആദ്യം മുതൽ അവസാനം വരെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. സ്നേഹത്തിന് പഞ്ഞി അനുഭവിക്കും നിങ്ങൾ കർത്താവിലേക്ക് ഓടിവാ, നിങ്ങളുടെ വിഷയങ്ങളെ അവൻ പരിഹരിച്ചു തരും. നമ്മുടെ രണ്ടാമത്തെ പ്രശ്നം തുണിപ്രശ്നമല്ല, അരിപ്രശ്നമല്ല, പാപപ്രശ്നമാണ്. പാപത്തിന് പരിഹാരം ഒരുക്കുവാൻ വേണ്ടി ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. നമ്മുടെ മൂന്നാമത്തെ പ്രശ്നം, ഞാനിപ്പം ചാവുക എന്നുള്ള പേടിയാണ്, മരിക്കുമോ എന്നുള്ള പേടി. മരണത്തിന് പരിഹാരം ഒരുക്കി തന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. അതുകൊണ്ട് ആ യേശുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അപകട സ്ഥാനത്താണ് നിൽക്കുന്നത്. സുരക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടാണ്. 1969 യേശുവിന് ഹൃദയം കൊടുക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്ന് 2016. പിന്നിട്ട് കഴിഞ്ഞ 48 വർഷം വിജയകരമായി എന്നെ തീർത്തത് മറ്റാരുമല്ല, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. ആ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയങ്ങളെ ധന്യമാക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അവൻ എത്രയും താമസമില്ല തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വരുന്നു. ആ കർത്താവായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ദൈവം ഏവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് വാക്കിലെ ചുരുക്കുന്നു. സമീപിക്കുന്ന കർത്താവിന്റെ ദാസന് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം ശുശ്രൂഷിച്ച ദൈവത്തിന്റെ ബന്ധത്തിനോട് നന്ദി അറിയിക്കുന്നു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഗായക സംഘം ഇപ്പോൾ ഒരു പാട്ട് പാടും.